സ്വിറ്റ്സർലാൻഡിൽ അധികം ആർക്കും അറിയാത്ത അത്ര ഫേമസ് ഒന്നും അല്ലാത്ത ഒരു സ്പോട്ടാണ് ഇത്. റേഗോൾസ്വിൻ. ഇവിടെയുള്ള ഫോറസ്റ്റ് ട്രയൽസ് ആൻഡ് വാട്ടർഫോൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കുള്ള ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഗോർജിയസ് വാട്ടർഫോൾ. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, പാറകളിലൂടെ ജെന്റ്ലി താഴേക്ക് വീഴുന്ന സൗണ്ട് ഇറ്റ് സെൽഫ് ഇസ് വെരി റിലാക്സിങ്. നാച്ചുറൽ ഇഷ്ടപ്പെടുന്നവർക്കും ട്രക്കിംഗ് ലവേഴ്സിനും ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ്. ഇവിടെ നമുക്ക് കേബിൾ കാർ യൂസ് ചെയ്ത് സിമ്പിളായി എൻജോയ് ചെയ്ത് വരാൻ പറ്റും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇവിടെ വരുന്നത് ഈ ട്രക്കിംഗ് എൻജോയ് ചെയ്യാൻ തന്നെയാണ്. ഈ നാച്ചുറൽ ബ്യൂട്ടി എൻജോയ് ചെയ്ത് പോകുന്നത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് കൂടിയാണ്. ഇതിലൂടെ നടന്നു പോകുന്നവർക്ക് നടന്നു പോവാം. സൈക്കിളും ഇവിടെ അവൈലബിൾ ആണ്. സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് സൈക്കിളിലൂടെ നമുക്ക് ഇത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ സ്വിസ്സിൽ ഏറ്റവും സേഫ് ആൻഡ് ക്ലീൻ ആയ പബ്ലിക് ഡ്രിങ്കബിൾ വാട്ടർ സിസ്റ്റവും ഫൗണ്ടെയിൻസും ഉള്ളത് മറക്കരുത്. ഇവിടെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഫ്രീ ഡ്രിങ്കബിൾ വാട്ടർ ലഭ്യമാണ്. പൊതുവെ സ്വിസ് വളരെ എക്സ്പെൻസീവ് ആണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ക്യാഷ് ആണെങ്കിലും പ്യോർ വാട്ടർ ഇവിടെ മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടൂ. ബാക്കി എല്ലായിടത്തും ഡ്രിങ്കബിൾ ആവാൻ ചാൻസ് വളരെ കുറവാണ്. ബട്ട് ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, അതും പ്യോർ വാട്ടർ ആണ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അത് ഇതേപോലുള്ള ഒരു രാജ്യത്ത് കിട്ടുന്നത് വളരെ ലക്ക് തന്നെ അല്ലേ. ഇവിടുത്തെ കേബിൾ കാറ് റേഗോൾസ്വില്ലിന് സ്റ്റാർട്ട് ചെയ്തിട്ട് വാട്ടർഫോളിന്റെ ടോപ്പിലാണ് പോകുന്നത്. കുറച്ച് ലോങ് ആണ് ഈ ഒരു യാത്ര. റെയിൽഗോൾസ്വില്ല് ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ ബൈ ട്രെയിൻ ഓർ കാറിൽ നമുക്ക് പറ്റും. ഫ്രം ബാസൽ ടു സൂറിച്ച് ട്രെയിനിൽ കയറിയാൽ അതിൽ നിന്ന് ഇറങ്ങി നമുക്ക് ബസ്സിലാണ് ഈ വില്ലേജിൽ പോകേണ്ടത്.